വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടല്ല, നിങ്ങൾക്ക് ഹെഡിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അല്ലെ, എങ്ങനെയാണ് നിലവിളക്കും അതുപോലെ തന്നെ ഉരുളി പിന്നെ കോപ്പറിന്റെ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പല ഡിഷസും ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ ഉരുളിയിലാണ് പ്രസന്റ് ചെയ്യാറുള്ളത്. അപ്പൊ അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ഇത്ര ക്ലീൻ ആക്കി വെക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് പല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് ഇൻസ്റ്റന്റ് ആണ്, നിങ്ങൾ ചെയ്ത് നോക്കി തന്നെ മനസ്സിലാക്കുക. പിന്നെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നലെ ഇട്ടുണ്ടായിരുന്ന ബോളിയുടെ വീഡിയോ ഒരുപാട് പേര് കണ്ട് അപ്പൊ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജ് വഴിയും അതുപോലെ തന്നെ മെയിലും നമ്മുടെ ആപ്പ് വഴിയും അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും കാണാത്തവരും അതുപോലെ തന്നെ ബോളി ഉണ്ടാക്കി നോക്കാത്തവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് നിലവിളക്കും അതുപോലെ തന്നെ ഓട്ടുപാത്രങ്ങളും ഓട്ടുരുളികളും കോപ്പറിന്റെ പാത്രങ്ങളൊക്കെ നല്ല തിളങ്ങുന്ന പോലെ വൃത്തിയാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓട്ടുപാത്രങ്ങളും അതുപോലെ തന്നെ കോപ്പർ പാത്രം ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് ഇപ്പോൾ ഞാൻ കുറച്ചധികം വിളക്കൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു വിളക്കോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കണക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ പാത്രങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് കൂടുതൽ എമൗണ്ട് പറയാൻ പോകുന്നത് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഉപ്പ്, കല്ലുപ്പാണെങ്കിൽ കുറേ നേരം പിടിക്കാതെ അലിഞ്ഞ് കിട്ടാൻ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. മൈദ അല്ലെങ്കിൽ ആട്ട ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ഉപയോഗിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ സെയിം അളവ് തന്നെ ഉപ്പിൻ്റെ അതേ അളവിൽ മൈദയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പലതരത്തിൽ പല രീതിയിൽ പലരും ക്ലീൻ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ മെത്തേഡും പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഏറ്റവും സക്സസ് ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുന്നത് എൻ്റെ വീട്ടിലൊക്കെ പുളി ഉപ്പ് ഉപയോഗിച്ചിട്ടാണ്. അല്ലാന്ന് വെച്ചാൽ ചെറുനാരങ്ങ നീര് വെച്ചിട്ട്. നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ്സ് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല അല്ലേ, അപ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും. അപ്പം ഞാൻ കരുതി അതിൽ ഒരെണ്ണം മാത്രം, ഏറ്റവും നല്ലത് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. കാരണം ഇതെല്ലാവരുടെ കയ്യിലും ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വിനീഗറാണ്. വിനീഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ സൊർക്ക എന്ന് പറയും. അപ്പോൾ വിനീഗർ, വൈറ്റ് വിനീഗർ ഉപയോഗിക്കാം, ഏത് വിനീഗറാണെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ വിനീഗറിൻ്റെ അളവെന്ന് പറയുന്നത് ഇതിനൊരു നല്ല പേസ്റ്റ് രൂപത്തിലാവുന്ന അത്ര വിനീഗർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒഴിക്കുകയാണ്, ഒരു കണക്കൊന്നുമില്ല. നല്ലൊരു പേസ്റ്റ് പരുവത്തിലാവുന്ന വരെ നമുക്കങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യേണ്ട പാത്രം എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു തട്ടെടുത്തിട്ടുണ്ട്. ഇത് നോക്കൂ, നല്ല വൃത്തികേടായിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് കുറേ കാലങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അളമാരിയുടെ താഴെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് തപ്പി പിടിച്ചതാ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആകെ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ട് ഒട്ടും ഗ്ലേസിങ് ഇല്ലാണ്ടാണ് ഇതിൻ്റെ ഇരിപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ കൂട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിനീഗറൊക്കെ എടുക്കുമ്പോൾ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇടുക, എന്നിട്ട് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു ബ്രഷിൻ്റെ സഹായത്തോട് കൂടിയിട്ടോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് പിന്നെ കയ്യിന് പ്രശ്നമില്ലാത്ത കാരണം മാത്രം ഞാൻ നമ്മുടെ പാത്രത്തിലോട്ട് ഇതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് എല്ലാ ഭാഗത്തേക്കും അങ്ങ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങ് വെക്കുക. അപ്പോൾ ബാക്ക് സൈഡിലും തേക്കുക. വിനീഗർ കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിനീഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തട്ട് ഞാൻ ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തനിയെ മാറ്റി വെക്കുകയാണിത്. കോപ്പറിൻ്റെ പാത്രമാണ്. ഇത് കണ്ടില്ലേ, ഒട്ടും കളറില്ല, ഒരുമാതിരി ഫെയ്ഡായിട്ടാണ് ഇരിക്കുന്നത്. ഞാനൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് കറിയൊക്കെ സെർവ് ചെയ്യാൻ, ഫോട്ടോ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുറേ നാൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഓക്സിഡൈസേഷൻ കാരണം ഇതുപോലെ കളർ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങൾ നമുക്ക് എടുക്കാം. എന്നിട്ട് സെൻസിറ്റീവ് കൈ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് എടുക്കാം. ഇപ്പോൾ ഞാനൊരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. അത് ബ്രഷ് എടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച ബ്രഷ് എടുക്കരുത്. ഇതിനു വേണ്ടി മാത്രം പുതിയൊരു ബ്രഷ് വാങ്ങിച്ചിട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് കൊണ്ട് സ്പ്രെഡ് ചെയ്താലും മതി. എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ തോന്നുന്നത് അതുപോലെ ചെയ്തോളൂ. അപ്പോൾ പുറത്ത് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വിനീഗർ മാത്രം ചെയ്യുമ്പോൾ വെച്ചാൽ വിനീഗറൊക്കെ അങ്ങ് ഒഴുകിപ്പോവും. അപ്പോൾ ഇതുപോലെ മൈദ കൂടി വെക്കുമ്പോൾ അതങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഉണങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കമ്പിമലും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം മൊത്തത്തിൽ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് കളർ എന്നുള്ള കാര്യം. അത് കിച്ചണിൽ വെച്ചപ്പോഴേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ്, കളർ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഹോളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു പാത്രം നമുക്ക് ക്ലീൻ ചെയ്യാം. ഓടിൻ്റെ പാത്രങ്ങളാണ്. അപ്പോൾ ഇതിലേക്കും പറഞ്ഞ സംഭവങ്ങളെല്ലാം
തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാനിത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു പാത്രമാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതേപോലെ കളർ നല്ലോണം മാറിയിട്ടുണ്ട്, ഭയങ്കര ബ്ലാക്ക് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കോപ്പറാണ് കേട്ടോ, ഇത് കോപ്പർ പാത്രമാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കോപ്പറാണ് കോട്ടിങ്. അപ്പോൾ കോപ്പർ ആണെങ്കിലും അതുപോലെ തന്നെ ഓട്ടുപാത്രം ആണെങ്കിലും, അതായത് ബ്രാസ് ആണെങ്കിലും നമുക്ക് സെയിം സാധനം തന്നെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ വൃത്തിയാക്കാൻ പോകുന്നത് ഉരുളിയാണ്. ചെറിയ ഉരുളിയാണ്. പായസമൊക്കെ പ്രസൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഉരുളിയാണത്. ചെറിയ ഉരുളി, വലിയ ഉരുളിയാണെങ്കിലും ചെറിയ ഉരുളിയാണെങ്കിലും നമുക്ക് സെയിം പ്രൊസീജിയർ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലും ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന പോലെ പരട്ടി കൊടുക്കാം. ഇതുപോലെ ഒരു സ്പോഞ്ച് എടുത്തിട്ട് സ്പോഞ്ചിൽ നമുക്കിതങ്ങ് ഇതാക്കിയിട്ട് അതിങ്ങനെ പരത്തി കൊടുക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ ബ്രഷ് ആകുമ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറേ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ സ്പോഞ്ചിലാണെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു ഇതിനൊക്കെ തനിയെ സ്പോഞ്ച് വെക്കണം കേട്ടോ. നമ്മൾ മീനും ചിക്കനും മട്ടനും ഒക്കെ എടുക്കുന്ന സ്പോഞ്ചൊന്നും, പാത്രം കഴുകാൻ എടുക്കുന്ന സ്പോഞ്ചൊന്നും ഇങ്ങനത്തെ വിളക്കിനും ഓട്ടൂരിലേക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ബഹുമാനം കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതും പരട്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതും ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഞാൻ വൃത്തിയാക്കാൻ പോകുന്നൊരു വിളക്കാണ്. അപ്പോൾ സാധാരണ രീതിയിൽ കുറേ ദിവസം വിളക്കൊക്കെ കത്തിച്ച് പിന്നെ നമ്മൾ എണ്ണയോട് കൂടിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പച്ച കളറൊക്കെ വരും അല്ലേ, ക്ലാവ് പിടിക്കുന്ന പറയും നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ക്ലാവൊക്കെ പിടിച്ചിട്ടുള്ള വിളക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും പണിപ്പെടേണ്ടി വരും നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ. അപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ പുളിയും ചകിരിയും ചാരം ഒക്കെ വെച്ചിട്ടൊക്കെയാണ് പണ്ട് ക്ലീൻ ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം തന്നെ എന്താ പറയുക കെമിക്കൽ ലോഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ ഈസി മെത്തേഡാണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വിളക്കിലും സെയിം സംഭവം തന്നെ ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം സ്പ്രെഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റെഡിയാവും. ഇതിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും അഴുക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. നല്ല ഗ്ലേസിംഗ് ഒക്കെ പോയിട്ടുണ്ട്. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാത്രമാണ്, ഒരു കോപ്പറിൻ്റെ പാത്രമാണ്. കോപ്പറിൻ്റെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുടിക്കുന്നത് വളരെ നല്ല ഹെൽത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഞാൻ വാങ്ങിച്ചത് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ആകെ കറുത്ത് കരിമുട്ടിയായിട്ട് ഇരിക്കുന്നതാണ് കണ്ടത്. ഞാനെന്ത് ജസ്റ്റ് ഒന്ന് വിനീഗർ മാത്രം വെച്ചിട്ട് ഉരച്ച് വെച്ചിരിക്കുന്നതാണ്. വിനീഗർ മാത്രം വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താണ് ഇത് കേട്ടോ. അപ്പോൾ തന്നെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഈ സംഭവം വെച്ചൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യുമ്പോൾ എന്താ പറയുക, മെറ്റലിൻ്റെ സ്ക്രബ് വെച്ചിട്ട് വേണമെങ്കിൽ വാഷ് ചെയ്യാം. പക്ഷേ ഞാൻ മെറ്റലിൻ്റെ സ്ക്രബ് വെച്ച് വാഷ് ചെയ്യാറില്ല. കാരണം നമ്മുടെ പാത്രത്തുമ്പിലൊക്കെ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇത് വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി. തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലും തേച്ച് കൊടുക്കണം കേട്ടോ. ഉള്ളിലും കളർ ചേഞ്ച് ഉണ്ട്. നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പാത്രങ്ങളൊക്കെ ബാൽക്കണിയിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ വാഷ് ചെയ്തിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമുക്കിനിപ്പോൾ സോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സാധാരണ നിങ്ങൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഏത് സോപ്പാണോ ആ ലിക്വിഡ് ഉപയോഗിക്കാം. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് സ്ക്രബ്ബർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്പോഞ്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെറ്റലിൻ്റെയും ഉപയോഗിക്കാം. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ മാക്സിമം നന്നായിട്ട് ഇതങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം സോപ്പ് ഉപയോഗിക്കുക. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ പുറത്ത് തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഇരുന്നിരുന്ന പാത്രമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അതിൻ്റെ രൂപം കണ്ട നല്ല വെട്ടിത്തിളങ്ങുന്ന പോലെ ആയില്ലേ. ഇതൊരു പാത്രം. അതുപോലെ തന്നെ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി ജസ്റ്റ് കാണിച്ചു തരാം. നല്ല തിളക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കണ്ട ഒരു അഴുക്കില്ലാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഉരുളി നമുക്ക് കിട്ടിയിട്ടുണ്ട്, കുഞ്ഞുരുളി. ഇനി നമ്മുടെ വിളക്കാണ്. വിളക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ കുറച്ച് അടുക്കിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞി കമ്പി, നമ്മളെ ഗ്യാസ് സ്റ്റൗള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ചെറിയൊരു ക്ലീൻ ചെയ്യാനുള്ള ഒരു ചെറിയ കമ്പി പോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിൽ നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഒരു ഇത്തിരി ശക്തി ഉപയോഗിച്ചോളൂ വിളക്കൊക്കെ തേക്കുമ്പോൾ. പണ്ട് എനിക്കായിരുന്നു ഡ്യൂട്ടി ചെറുപ്പത്തിൽ. വിളക്ക് കത്തിക്കുന്നേക്കാൾ മുൻപായിട്ട് അമ്മേനോട് പറയും, ഇങ്ങനെ നീ പോയിട്ട് വിളക്ക് തേച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ പുറത്ത് പോയി ചാരവും പുളിയൊക്കെ ഇട്ടിട്ട് അങ്ങ് തേച്ചെടുത്തിട്ട് വരും. അന്ന് ഈ വിദ്യയൊന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പം തന്നെ തിരിയിട്ട് കത്തിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ അതുപോലെ തന്നെ മൊത്തത്തിലെല്ലാം ജസ്റ്റ് വാഷ് ചെയ്തിട്ട് അവസാനം എല്ലാം ഒരുമിച്ചെടുത്ത് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാ അപ്പോൾ ഞാനിപ്പോൾ എല്ലാ പാത്രങ്ങളും വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാത്രങ്ങളും നന്നായിട്ട് അങ്ങ് തുടച്ചെടുക്കണം. അപ്പോൾ അതിന് നല്ല വൃത്തിയുള്ള ഒരു തോർത്തോ ടർക്കി ടവൽ എന്താ നിങ്ങളുടെ കയ്യിലുള്ള അത് ഉപയോഗിക്കാം. അപ്പോൾ
പിന്നെ നമ്മൾ ഷോപ്പീസിന് വേണ്ടി ഉപയോഗിക്കില്ലേ, നമ്മളെ വീട്ടിലൊക്കെ തിരി തെളിക്കാത്ത വിളക്കുകൾ ഉണ്ടാവും അല്ലേ, അങ്ങനത്തെ വിളക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തുടച്ച് കൊടുക്കാം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് പിന്നെ ഓരോന്നും എടുത്ത് കാണിച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും അത്രയും ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ആദ്യം തന്നെ എല്ലാം നമുക്ക് തുടച്ച് വയ്ക്കാം. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുണ്ട്, നമ്മൾ ഷോപ്പീസായിട്ട് വാങ്ങിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാറുണ്ട്. അതായത് കോപ്പറൊന്നുമല്ല, കോപ്പറും ഓടൊന്നും അല്ലാണ്ട് നമുക്കതിൽ കളർ അടിച്ചിട്ട് വരുന്നതുണ്ട്. അപ്പോൾ ശരിക്കും അത് ഒന്നില്ലെങ്കിൽ സ്റ്റീലായിരിക്കാം അല്ലെങ്കിൽ അലുമിനിയം ആയിരിക്കാം. അങ്ങനത്തെ പാത്രങ്ങൾക്ക് കളർ മാത്രമുള്ള പാത്രങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറിയിട്ട് വൈറ്റ് കളറായിട്ട് മാറും. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള കോപ്പറും അതുപോലെ തന്നെ ബ്രാസ് മാത്രമാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളർ പോകുന്നതായിരിക്കും, ഞാനതിന് ഉത്തരവാദിയായിരിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള നല്ല സാധനം മാത്രം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നിനക്ക് വേണ്ടി ഒരു തുണിയും തോർത്തൊക്കെ മാറ്റി വെച്ചാൽ മതി. നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം, നമ്മൾ പൂജാമുറിയിൽ ഉപയോഗിക്കുമ്പോൾ പൂജാമുറിയിൽ മാത്രം തുണികൾ മാറ്റി വെക്കാറില്ലേ, അതുപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാ പാത്രങ്ങളും നന്നായി തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ ആ തിളക്കം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇങ്ങനെ നല്ല തിളങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മാത്രം, അല്പം മാത്രം എണ്ണ, അത് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നല്ലെണ്ണ ആണെങ്കിലും നല്ലെണ്ണ, ഏതെണ്ണ വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാം. തുള്ളി എന്ന് പറഞ്ഞാൽ തുള്ളി പാടുള്ളൂ. അപ്പോൾ ഒരു കിച്ചൺ ടിഷ്യൂ എടുക്കാം, അല്ലെങ്കിൽ ഒരു തുണി എടുക്കാം. ആ തുണിയിലോട്ട് ഒരു ഡ്രോപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഒരു ഡ്രോപ്പ് എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ആ എണ്ണ വെച്ചിട്ട് നമുക്കൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാം. നല്ല തിളങ്ങാൻ വേണ്ടിയിട്ടാണത്. ഒരുപാട് എണ്ണ പാടില്ല കേട്ടോ. എക്സസ് ആയിട്ട് എണ്ണ നമുക്ക് തൂത്ത് കളയണം. എല്ലാ ഭാഗത്തേക്കും എണ്ണ വെച്ചിട്ടൊന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ടിരിക്കും. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ സ്മെല്ല് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സാധാ ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എല്ലാ പാത്രങ്ങളും അങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇത്രയുള്ള പരിപാടി വളരെ ഈസിയാണ്. ഞാനിപ്പോൾ ഇത്രയും പാത്രങ്ങൾ ചെയ്ത കാരണം ഇത്രയും സമയം എടുത്തത്. നിങ്ങൾക്കിപ്പോൾ അറ്റ് എ ടൈം ഇത്രയും പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 5 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. 5 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇരിക്കുന്ന സമയം മാത്രം. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യുക, അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, 5 മിനിറ്റ് വെക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് ഇതേപോലെ അങ്ങ് തുടച്ചെടുത്ത് വെക്കാം. കണ്ടോ തിളങ്ങുന്നത് കണ്ടോ. കോപ്പർ പാത്രങ്ങളൊക്കെ, വിളക്ക് നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് വിളക്ക്. അപ്പോൾ അതെപ്പോഴും നല്ല ഐശ്വര്യമായിട്ട് നല്ല ക്ലീൻ ആയിട്ട് വെക്കണം. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഇതാ ഞാനിവിടെ എണ്ണ വെച്ച് തുടച്ച് കൊടുത്തിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള എണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടച്ച് മാറ്റി കളയണം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഓട്ടുപാത്രങ്ങളും വിളക്കും കോപ്പറും ഉള്ള പാത്രങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് പാത്രങ്ങൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കളർ മൊത്തത്തിൽ ഇളകിപ്പോവും, വൈറ്റ് കളറായിട്ട് പോവും, അത് ശ്രദ്ധിക്കാം. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ മാത്രം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത്ര സിമ്പിളായിട്ടുള്ള നമ്മുടെ പാത്രം കഴുകുന്ന മെത്തേഡ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ആയുഷ് ജയൻ കുമ്പളപറമ്പിൽ കുട്ടി ഉണ്ടോ? എനിക്ക് കാണുന്നില്ല. നീ അത് പോയോ? ഞാനീ പിടിച്ചിട്ട് പോയാ? എന്താ പറഞ്ഞു? ന്യൂ ഗ്ലാസ്. എന്തിനാ എങ്ങനെയാണ് ഗ്ലാസ് നിന്റെ ഉടഞ്ഞത്? 4 മീനും ചോറൊക്കെ അല്ലേ അടിച്ച് കയറ്റിയിരുന്നു. വെറുതെ ഇരുന്നിട്ട് വാ തുറക്ക അച്ഛൻ വെക്കുക, വാ തുറക്ക അച്ഛൻ വെക്കുക, വാ തുറക്ക അച്ഛൻ വെക്കുക. ചക്ക, മാങ്ങ, മാമ്പഴം നല്ല തണുപ്പായിരിക്കും. നോക്കിയപ്പോഴും ഉണ്ടായിരുന്നു. ഭാര്യയില്ലാത്ത 3 ദിവസം തിരക്കായിരുന്നു പണി. മിസ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. എനിക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ സമയം കിട്ടില്ല. പക്ഷെ ഞാനും മിസ് ചെയ്യാം. നല്ല കാര്യല്ലേ. ഞാനും കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പോവാം. അങ്ങനെ വർഷത്തിലൊരിക്കല് ഒരാഴ്ച കുടുംബമൊന്നുമില്ല, അത് മാറിയിട്ടു ദൂരമാണ്.